കേരളത്തെ അമ്പരിപ്പിച്ച വിജയമാണ് ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് നേടിയത്. എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വൻ വിജയം നേടാൻ കാരണം? ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ഷിത ജഗത് എന്ന് പറയുന്ന പെൺകുട്ടി കൊടുത്ത കള്ള പരാതി, അതുവഴി സുരേഷ് ഗോപിക്ക് കിട്ടിയ സഹാനുഭൂതി, അത് സ്ത്രീകളുടെ ഇടയിൽ വലിയ തോതിൽ വോട്ട് മറിക്കാൻ കാരണമായി. അതുവഴിക്ക് അദ്ദേഹത്തിന് വൻതോതിൽ വോട്ട് കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴിതാ കരുവന്നൂർ ബാങ്ക് സമരവുമായി ബന്ധപ്പെട്ട് അവിടെ വൻ തട്ടിപ്പ് നടന്നതിനെതിരെ ശക്തമായ സമരം നേതൃത്വം വഹിച്ച സുരേഷ് നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം സുരേഷ്. നമസ്കാരം. അതായത് ഇപ്പോൾ സുരേഷ് ഗോപി വൻ വിജയം നേടിയിരിക്കുകയാണല്ലോ തൃശ്ശൂരിൽ നിന്ന്. അതെ. അത് എത്രമാത്രമാണ് കരുവന്നൂർ ബാങ്കും അതുമാതിരിയുള്ള കുറേ ബാങ്കുകളെ തട്ടിപ്പുകളിലും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് കിട്ടിയിട്ടുണ്ട്? സർ, കരുവന്നൂർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2021 തൊട്ട് 2003 തൊട്ട് എൻ്റെ പരാതിയുണ്ട്, എങ്കിലും കണ്ടിന്യൂസ് പ്രോസസ് ചെയ്യുന്നത് ഈ ബാങ്കിൻ്റെ ഈ ക്രൈസിസ് വന്നതാണ്. ഇപ്പോൾ 2021 മുതൽ BJP ശക്തമായ രംഗത്തുണ്ട്. പിന്നെ സഹകരണ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചായപ്പോൾ ജനങ്ങൾ ശരിക്കും ഇറങ്ങിച്ചെന്നു. അതിനിടയ്ക്ക് മോദി പല വട്ടമായിട്ട് ഗ്യാരണ്ടി എന്ന രീതിയിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് നഷ്ടപ്പെട്ട പണം നിക്ഷേപകർ കിട്ടുമെന്നൊരു ഉറപ്പ് കൊടുത്തതുകൊണ്ട് ആ ഒരു വാക്ക് ഇത്രയും ഒരു കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, പുതുക്കാട് നിയോജകമണ്ഡലം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, നാല് നിയോജകമണ്ഡലത്തിൽ ഏകദേശം ഒരു 75,000-ൽ പരം നിക്ഷേപകരാണ് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതൊരു ക്രിസ്ത്യൻ ബെൽറ്റ് കൂടിയാണ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനം ഉണ്ടായത്. അവരെ നിക്ഷേപകരെ കൂട്ടായ്മകൾ വിളിച്ചു കൂട്ടിയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അവർ യോഗങ്ങൾ വിളിക്കുന്നു, സമരസമിതികൾ രൂപീകരിക്കുന്നു, ബാങ്കിനെതിരെ സമരം ചെയ്യുന്നു, പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ വഴികളിലൂടെ ഈ മോദി ഗ്യാരണ്ടി പണം കിട്ടും എന്നുള്ളൊരു ധ്വനി അവരിൽ എത്തിക്കാനായിട്ട് BJPയുടെ 8-അംഗ സെല്ലിന്, BJPയുടെ സഹകരണ സെല്ലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പ്രതിഫലിച്ചു എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വെളിവാക്കുന്നത്. നമ്മൾ സമരം നടത്തുന്നതിനേക്കാൾ മുമ്പായിട്ട് UDF പ്രതാപൻ്റെ അവിടുത്തെ MP ആയ പ്രതാപൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടില്ലേ? ഇല്ല. ഫസ്റ്റ് സമരം എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എൻ്റെ 21 കൊല്ലമായി എൻ്റെ സമരം നടന്നത് 2003 തൊട്ടാണ്. ആദ്യം സമരം നടത്തിയത് ഞാൻ തന്നെയാണത്. ഞാനും ഷാജുട്ടനൊക്കെ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത അവിടെ സമരം. അതിനുശേഷമാണ് പിന്നെ കോൺഗ്രസ്സുകാർ വരുന്നത്. അവരിപ്പോൾ ഞങ്ങളുടെ എടുക്കുന്നത് ദ്വിമുഖ തന്ത്രമാണ്. പൊളിറ്റിക്കൽ വെർഷനുള്ള തന്നെ ഞങ്ങൾ ലീഗലി ഞങ്ങൾ മറ്റ് നിയമ സംവിധാനങ്ങൾ വഴിക്കുള്ള പോരാട്ടങ്ങൾ നടത്തി. പക്ഷെ കോൺഗ്രസ് ഒരു കടലാസ് പോലും ഒരു ഫയൽ ചെയ്യാനായിട്ട് അത് തയ്യാറായിട്ടില്ല. കേവലം ഒരു പ്രസംഗങ്ങൾ നടത്തുക, ഇങ്ങനെ ധാരണകൾ നടത്തുന്നതല്ലാണ്ട് ഒരു പരാതി എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കരുവന്നൂർ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് കരുവന്നൂർ ബാങ്കും അതുപോലുള്ള തട്ടിപ്പിനിരയായ പല ബാങ്കുകളിലെയും തട്ടിപ്പിനിരയായ ആളുകളെ, ഏകദേശം 75,000 ആളുകളെ കോർഡിനേറ്റ് ചെയ്തു പ്രവർത്തിച്ചതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ട് തരംഗമുണ്ടാവാൻ കാരണമെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ പറയുന്നത് വൺ ഓഫ് ദ ക്രൂഷ്യൽ ഫാക്ടേഴ്സ്. അല്ലാതെ 75,000 നഷ്ടപ്പെട്ട ആളുകളെ അവിടെ പണം നിക്ഷേപിച്ചിട്ട് നഷ്ടപ്പെട്ട ആളുകൾ അവരെ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് അത് മുഴുവൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ താങ്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണല്ലോ താങ്കൾ പറയുന്നത്? അതെ, ഞങ്ങളുടെ സഹകരണ സെല്ലിന്റെ വിഭാഗത്തിൽ കഴിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഇത്തവണ അവിടെ തൃശ്ശൂരിൽ കിട്ടിയ വോട്ട് നോക്കാം. മണലൂർ 8013 നമ്മുടെ ഇതിൽ വരുന്നതല്ലോ, ഏരിയയിൽ വരുന്നതല്ലോ മണലൂർ. അതെ അതെ, തൃശ്ശൂർ വരുന്നതാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലൂർ 10,363 വോട്ടിന്റെ ലീഡാണ് സുരേഷ് ഗോപി. കൊല്ലൂര് പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്, കുട്ടനൂർ സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്. ഇതിൽ രണ്ടിലും തന്നെ നിരവധി ആളുകളുണ്ട്. അതായത് ഒല്ലൂരിൽ ആണ് കഴിഞ്ഞ വർഷം അവിടെ CPI ആണ് വിജയിച്ചത് അല്ലേ? രാജൻ MA വൻ ഭൂരിപക്ഷം. എത്ര വോട്ടിന് ജയിച്ചു എന്ന് അറിയാമോ? ഒരു 15,000 ആണ് നിന്റെ ഓർമ്മ. അതേപോലെ തൃശ്ശൂരിൽ 14,117 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അവിടെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് CPIക്ക് കിട്ടിയിരുന്നത്. നിയമസഭാ ഇലക്ഷനാണ് പറയുന്നത്. അത് 14,117 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നാട്ടിക, അതായത് ഏറ്റവും അധികം CPI പ്രതീക്ഷിച്ച സ്ഥലമാണ് നാട്ടിക. ആ സ്ഥലം ഇതിനകത്ത് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ 13,945 വോട്ടിന്റെ ഭൂരിപക്ഷം വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഞാൻ മനസ്സിലാക്കുന്ന ഇരിഞ്ഞാലക്കുട 13,016 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതായത് നമ്മുടെ മന്ത്രി ബിന്ദു
ആണ് അവിടെ MLA ആയിട്ടുള്ളത്. അതെ. അവിടെയാണ് ഉള്ള നമ്മുടെ സെന്റർ. ശരിക്കും കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം ഇരിഞ്ഞാലക്കുട ഇതിലല്ലേ വരുന്നത് ശരി. പിന്നെ വരുന്നത് പുതുക്കാടാണ്. 12,692 വോട്ടിന്റെ ഭൂരിപക്ഷം. പുതുക്കാട് ഞങ്ങൾ സൊസൈറ്റി കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് തുടർന്നുള്ള സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം സുരേഷ് ഗോപി കിട്ടത്തക്ക രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്? സ്വാഭാവികമായിട്ടും മോദി ഗ്യാരണ്ടി എന്ന രീതിയിൽ ഈ സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് സഹകരണ സംഘടനത്തിൽ പണം നഷ്ടപ്പെട്ട ആൾക്ക് പണം തിരികെ ലഭിക്കുവാനുള്ള എല്ലാ നിയമസാധ്യതയും പരിശോധിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഇത്രയും നിക്ഷേപകരിൽ പല വിധേന ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിജയം കണ്ടു. അതിപ്പോൾ ഞങ്ങൾ 8 അംഗ ജില്ലാ കമ്മിറ്റിയും പിന്നെ എല്ലാ ഇതിലും ഒരു നിയോജകമണ്ഡലത്തിൽ 2 സംഘടനാ മണ്ഡലങ്ങളുള്ളത്, 2 മണ്ഡലം പ്രസിഡന്റ് BJPക്ക് എന്ന രീതിയിൽ ഞങ്ങളും സമാന്തര രീതിയിൽ പാർട്ടി ഘടകങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ അവരെ കൊണ്ട് ആ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഒപ്പം പാർട്ടിയുടെ നേതാക്കന്മാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ശരിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇവരെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളെ സന്ദേശം എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഈ ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാന ഘടകമായി തന്നെ ഈ തരത്തിലുള്ള ഈ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പിനിരയായ ആളുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതാണ് പ്രധാനപ്പെട്ട കാരണമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണങ്ങളിൽ എന്തൊക്കെ കാരണങ്ങളാണ് താങ്കൾ കാണുന്നത്? പിന്നെ നമുക്ക് പൊതുവെ ഭരണവിരുദ്ധ വികാരം, അതുകൊണ്ടാണ് പല നാട്ടിലും മണലിലൊക്കെ കാണുന്നത്. ഭരണവിരുദ്ധ പിണറായിക്കെതിരെയുള്ള പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ട് തൃശ്ശൂർ മാത്രമാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മാറി. അതെ. അതിൽ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഈ സൊസൈറ്റി ബേസ്ഡ് അജിറ്റേഷൻസ് ആണ്. അത് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ എന്തൊക്കെ കാരണങ്ങളാണ്? പിന്നെ നമ്മളിപ്പോൾ ഒന്ന് പറയപ്പെടുന്നത് നമുക്ക് തൃശ്ശൂർ പൂരം അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയതിലാണ് പോലീസ് ഇടപെട്ടൊരു കാറിലാക്കിക്കൊണ്ട് ഒരു വെറുതെ ആവശ്യം ഇതുണ്ട്. അതിന് സുരേഷ് ഗോപി കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതായത് അതിനകത്ത് പറയുന്നത് പോലീസ് ഇടപെടുക എന്ന് പറഞ്ഞാൽ പോലീസ് കലാപം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ ശരിക്കും ഉണ്ടായിട്ടുള്ളത്. രാത്രിയാകുമ്പോഴേക്ക് സേവാഭാരതിന്റെ പ്രത്യേക വണ്ടിയിൽ സുരേഷ് ഗോപിയെ സംഭവ സ്ഥലത്ത് എത്തുകയും സുരേഷ് ഗോപി ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ക്രിയേറ്റഡ് ആയ ഒരു സാധനം പിണറായി വിജയൻ ശരിയാക്കി കൊടുത്തു. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള സംഭവം ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ആരോപണം പൊളിറ്റിക്കൽ ടൈമില് മറ്റു എതിർ പാർട്ടികൾക്ക് അതിന്റെ ഉത്സവമാണല്ലോ, ആരോപണ ഉത്സവമാണല്ലോ. അത് സുനിൽകുമാർ ഒരു പൂരപ്രേമി, ആർക്കും എതിരഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. ശരിയല്ലേ? മുരളീധരനാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആർക്കും എതിരഭിപ്രായമില്ല. ഒരു ജനീനായിട്ടുള്ള ലീഡറാണ് അദ്ദേഹം. അപ്പൊ ഇവിടെ ഇദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ള ഗ്ലാമർ ഉണ്ട്. അത് അതിന് മുമ്പ് എത്ര ആവശ്യമുള്ള ഗ്ലാമർ ഉണ്ട്. ആ ഗ്ലാമർ ഉപരി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയിച്ചത്. വേറെ എന്തൊക്കെ അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യത്വം. ഇവര് BJPക്കാരൊക്കെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ ശരിക്കും കയ്യിലെടുക്കാനുള്ള അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുള്ള പോലെ ജസ്ലേ പോലുള്ള പെൺകുട്ടികളൊക്കെ തന്നെ വളരെ ആരാധനയോട് കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. പല മുസ്ലിം കുടുംബങ്ങളിലും അദ്ദേഹം സഹായം ചെയ്തിട്ടുണ്ട്. ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഇപ്പം ഈവൻ കരുവന്നൂർ തന്നെ നമ്മുടെ ഈ അടുത്ത് മരിച്ച ശശി CPM, ഞാനൊക്കെ DFIലുള്ളപ്പോഴും CPMിലുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്താണ് പാർട്ടി ബ്രാഞ്ച് യോഗങ്ങളും DFI യോഗങ്ങളും കൂടാതെ അവിടെയാണ് സുരേഷ് ഗോപി സഹായം ചെയ്തത്. പക്ഷേ അതേസമയം ഈ പറഞ്ഞ സുനിൽകുമാറോ അല്ലെങ്കിൽ ബിന്ദുവോ MLA ആണല്ലോ, ആ കുടുംബത്തെ ഒന്നും ആശ്വസിപ്പിക്കാനോ ജസ്റ്റ് തിരിഞ്ഞു നോക്കാണ്ടവർക്ക് കഴിഞ്ഞിട്ടില്ല, ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. എന്നിട്ട് ചാനലിലൊക്കെ CPI ആൾക്കാർ പറയുന്നത് അതൊരു വിഷയമല്ല എന്നാണ്. അങ്ങനെ സംഭവം നടന്നിട്ടില്ലാത്ത മാതിരി എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് LDFിൻ്റെ നേതൃത്വം ഒട്ടാകെ ശ്രമിച്ചത്. ഞങ്ങളിപ്പോൾ താങ്കള് എത്ര കാലമായി CPM മാറി BJPയിലെത്തിയിട്ട്? ഞാൻ ശരിക്കും 2016 തൊട്ടാണ്. അപ്പോൾ ഈ 16 ടൈമിൽ വന്നപ്പോൾ എന്നെ സംഘം ഏൽപ്പിച്ചത് BMSൻ്റെ ചുമതലയായിരുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുട ടൗൺ സെക്രട്ടറി ആയിട്ട് എന്നോട് പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ BJPയിലേക്ക് മാറിയത്. അപ്പോൾ CPM എന്തുമാത്രം താങ്കൾക്ക് ഭീഷണികളൊക്കെ ഉണ്ടായി? CPM വന്നൊക്കെ എന്നെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് എന്നെ ഒരു ഹറാസ് ചെയ്തിട്ട് ആ രീതിയിൽ ഡാമേജ് ചെയ്ത് നിർത്തുന്നതാണല്ലോ. എനിക്കെന്നെ ഞാനിത് ഫൈറ്റ് ചെയ്ത് വരുന്നുള്ളൂ. കാരണം അവസാനം ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം എൻ്റെ കയ്യിലൊക്കെ സംഭവം എന്തൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്തിമ വെച്ചാൽ എനിക്കറിയാം. പക്ഷേ നമ്മളൊരു വിൽ പവർ ഉള്ളത് തന്നെ ഒക്കെ ഇങ്ങനെ പ്രതികരിച്ച് പോകുന്നു. എത്രമാത്രം ആളുകൾ അവിടെ CPM BJPയിലേക്ക് വന്നു? ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇത് നമ്മൾ മൊത്തം ഒരു ഇതിൻ്റെ ഒരു വിലയിരുത്താനായിട്ട് കഴിയില്ല. നിലവാരം ഇത് ഒരു സുരേഷ് ഗോപി വിജയം എന്നുള്ളതാണ് പൊതുവെ പുറത്ത് വിലയിരുത്തിയിട്ടുള്ളത്. BJPയുടെ മാത്രമായിട്ടുള്ള വിലയിരുത്തലല്ല
ഇതൊരു മറ്റുള്ള എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകർ വൃന്ദം ഉണ്ടായി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിട്ടുണ്ടായി. അല്ല, അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടിക്കുക സഹാനുഭൂതിയുള്ളത്, സ്ത്രീകളെ വോട്ട് കിട്ടിയതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി അദ്ദേഹത്തിന്റെ മാത്രം വിജയമായിട്ടാണ് പൊതുവേ അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ചെറുപ്പക്കാരനാണ്, മികച്ച സംഘാടകനാണ്. ഏത് ബൂത്തിൽ പോണെങ്കിലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത നല്ലൊരു ചെറുപ്പക്കാരനായ ലീഡർഷിപ്പ് BJP കണ്ടത് അദ്ദേഹത്തെയാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഈ പ്രഭാരിയായിട്ട് ഇരുന്നത് MT രമേശാണ്. അദ്ദേഹം കോഴിക്കോട് വരെ പോകുന്നവരെ ഇവിടെ വോട്ട് ചേർക്കുന്നുണ്ട്. CPIൻ്റെ ബേസ് അതാണല്ലോ, ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക്. ഇതിനൊക്കെ തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഇടപെടലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വോട്ടുകൾ ചേർക്കാൻ കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഒരു 1,00,000 താഴെ വോട്ടുകൾ എന്തായാലും BJPന്റെ അണികളുടേതായ വോട്ടുകൾ നിഷ്പക്ഷ ആൾക്കാർ ചേർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സംഘടന മികവ് കൊണ്ട് തന്നെയാണ്. പല രീതിയിലും നല്ല രീതിയിൽ സാധാരണ അങ്ങനെ നടക്കാറില്ല. അതൊരു വ്യത്യാസമാണ്. ഇപ്പം ഞാൻ തന്നെ 30 വർഷം CPM ഉള്ളപ്പോൾ തന്നെ ഇലക്ഷൻ ടൈമിൽ കാണാറ് എല്ലാ നോട്ടീസും കൊണ്ട് ഒറ്റ ടൈമിൽ കൊണ്ട് ഡംപ് ചെയ്യും, കുറേ അരങ്ങ് അവിടെ കിട്ടും. താങ്കൾ കരുവന്നൂർ സമരം തുടങ്ങിയ വർഷങ്ങളായി. അതെ. അതിലെന്തൊക്കെയാണ് ഇപ്പം BJPയുടെ സുരേഷ് ഗോപി വിജയിച്ചത് വഴി താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് പാർട്ടി ഈ രീതിയിൽ നല്ല രീതിയിൽ വളരണം. അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് നമുക്ക് യാതൊരുവിധ പ്രതിഫലിച്ചില്ലാണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണത്. അപ്പം അതുകൊണ്ട് സത്യത്തിനെതിരെ പോരടിക്കുന്ന പ്രസ്ഥാനമാണത്. അതിലേക്ക് കൂടുതൽ ആളുകൾ വരണം, നല്ലൊരു സെറ്റപ്പ് ഉണ്ടാവണം എന്നുള്ള ചിന്താഗതിയാണ്. അതിൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ വ്യക്തിപരമല്ല, താങ്കൾ ഒരു സമര നായകനാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അതേപോലെ മറ്റു ബാങ്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് താങ്കൾ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നീതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, താങ്കൾ അതിൽ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഇപ്പോൾ കരുവന്നൂർ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ED ഓഫീസിൽ നിക്ഷേപകർ കൊണ്ടുപോയപ്പോൾ PMLA കോടതിയിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഇതിനകം 5-6 ഫയലുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹർജി കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് എതിർകക്ഷിയെ EDയോട് വിശദീകരണം ചോദിച്ചപ്പോൾ അത് പറഞ്ഞു, ഞങ്ങൾ പിടിച്ചെടുത്ത ക്യാഷ്, ഗോൾഡ്, പിന്നെ മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ അതൊക്കെ തന്നെ ഇവർക്ക് കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ കുന്നംകുളത്ത് നരേന്ദ്രമോദിക്ക് പറയാൻ അവസരം കിട്ടിയത് ഇവിടെ ഹർജി ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിഗമനമാണ്. അതുവരെ മോദി പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കായിട്ട് ഡോക്യുമെന്റേഷനിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പറയാനുള്ള അവസരം ഒരുക്കിയത് സഹകരണ സെല്ലാണത്. മോദി വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, അത് വോട്ടാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി 18 കിലോമീറ്റർ പദയാത്ര നടത്തി, അത് വലിയ തരത്തിൽ അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ. അതെ. ശരിക്കും ആ 18 കിലോമീറ്റർ സർക്കാരിൻ്റെ ഒരു 18 കിലോമീറ്റർ ശരിക്കും അദ്ദേഹം ആ നീണ്ട യാത്ര നടത്തിയതിൽ BJPക്കാർ മാത്രമല്ല CPMന്റെ മറ്റ് CPIയുടെ ആൾക്കാരൊക്കെ ആ യാത്ര ശരിക്കും തൃശ്ശൂർക്കായിരുന്നില്ല. ആ യാത്ര ശരിക്കും ലോകസഭയിലേക്കുള്ള യാത്രയായിരുന്നു അത്. ആ യാത്ര അദ്ദേഹത്തിന് ഏറ്റവും ഗുണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം, മോദി പറഞ്ഞിരുന്ന കാര്യം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം അകത്താവുന്നതാണ്. അതെ. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷന് മുമ്പ് ദിവസേന എൻഫോഴ്സ്മെന്റ് EDയുടെ നോട്ടീസ് MM വർഗീസിന് വന്നിരുന്നു. 2 ദിവസം ഇടവിട്ടിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ മൊയ്തീൻ്റെ വീട് റെയ്ഡ് നടത്തിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 50 ലക്ഷം 60 ലക്ഷം രൂപ അറ്റാച്ച് ചെയ്തു. പിന്നെ MK കണ്ണനെ ചോദ്യം ചെയ്തിട്ട് പിന്നെ വിളിപ്പിച്ചിട്ടില്ല. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് വിദേശത്തേക്ക് 100-150 കോടി രൂപയാണല്ലോ പോയിരിക്കുന്നത് അല്ലേ? 150 കോടി രൂപ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന പ്രതികളെ സതീഷും അതുപോലുള്ള മറ്റു പ്രതികളും അല്ലേ ഈ പണം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിലുള്ള പ്രതികളെയൊന്നും ഇതുവരെയായിട്ട് തൊടാത്തത് എന്തുകൊണ്ടാണ്? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ED ഓഫീസിൽ പുതുക്കാട് പട്ടികജാതി സംഘത്തിൻ്റെ വേണ്ടി പോയപ്പോൾ അവരെ അധികാരികളെ കണ്ടിരുന്നു. ഇത് നിർത്തിവെച്ച പ്രോസസ്സല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തുടർന്ന് ഏതോ സംഭവം തുടങ്ങിയിട്ട് എത്ര മാസമായി? കരുവന്നൂർ ബാങ്കിന്റെ എൻഫോഴ്സ്മെന്റ് റെയ്ഡും ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് അവര് ശരിക്കും 2022 അവർ കേസ് എടുത്തിരുന്നത്. 22 തുടങ്ങി 2 വർഷത്തോളമായി. വീട് റെയ്ഡ് നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷമാവുന്നുണ്ട്. അതുപോലെ MK കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് കുറെ കാലമായി. അതെ. അരവിന്ദാക്ഷന്റെ മൊഴിയിൽ കൃത്യമായിട്ട് ഇവരെല്ലാം പേര് പറയുന്നുണ്ട്, എന്നിട്ടും അവരെ തൊടാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും അത് നമുക്ക് കാണാൻ സാർ എന്തായാലും
കാരണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ED വരുന്നത് മറ്റൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്. മുമ്പുള്ള കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ, ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുമ്പുള്ളത് തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെട്ടിട്ടല്ല. അതെ അതെ. അപ്പോൾ ഇതിനകത്തൊരു CPM ഉം BJP യും തമ്മിലുള്ള പിണറായി വിജയനും BJP തമ്മിലുള്ള മോദിയുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇലക്ഷനിൽ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മാസപ്പടി വിഭാഗത്തിലും കരുവണ്ണൂർ ബാങ്കിൻ്റെ കാര്യത്തിലും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വന്നിരുന്നു. പക്ഷെ അത് തെറ്റായതല്ലേ സാറേ? പിന്നെ എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനടക്കം അറസ്റ്റ് ചെയ്ത ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇവരെയൊന്നും തൊടാത്തത്? അതെന്തായാലും അന്വേഷിക്കേണ്ടതാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ന്യായമായാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ CPM വോട്ടാണ് മറിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ പത്രക്കാർ പറയുമ്പോൾ തന്നെ വോട്ട് പോയത് കോൺഗ്രസിൻ്റെയാണ്. കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തായില്ല സാർ. അല്ല, കോൺഗ്രസ് അവിടെ ശരിയാണ്, 3-ാം സ്ഥാനത്തേക്ക് പോയി, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയൊരു ബൾക്കായിട്ടുള്ള വോട്ട് മാറിയല്ലോ. കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് പാറ്റേൺ ശതമാനം കുറയുകയും ചെയ്തല്ലോ. 5% വോട്ട് കുറഞ്ഞില്ലേ? വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 5% വോട്ട് കുറഞ്ഞു, കുറച്ച് വോട്ട് കൂടിയിട്ടുണ്ട്, വോട്ട് മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ തന്നെ മൊത്തത്തിൽ 75,000-74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. 74,000 കവർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് കവർ ചെയ്ത് മുന്നോട്ട് വരാനും ഉണ്ട്, ഭൂരിപക്ഷം കവർ ചെയ്ത് വരണ്ടേ. അപ്പം വലിയൊരു വോട്ട് മറഞ്ഞു എന്നുള്ള ഒരു സത്യമാണ്. അല്ല, LDFൻ്റെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ശക്തമായൊരു മത്സരമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ അനുകൂല സാഹചര്യം പൂരം പോലെയുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം. പിണറായി വിജയന്റെ ഒരു പ്രത്യേക ഗ്യാങ് എല്ലായിടത്തും ഉണ്ടല്ലോ. പിണറായി വിജയന് ഗ്യാങ് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. സാധാരണ അണികളെ വോട്ട് കിട്ടില്ല എന്ന് താങ്കൾ അതിൽ പ്രവർത്തിച്ചത് കൊണ്ട് അറിയാം. പക്ഷേ നേതാക്കന്മാർ അങ്ങോട്ട് തുടങ്ങി, ഏരിയ സെക്രട്ടറിമാർ അങ്ങോട്ട് തുടങ്ങി, വലിയൊരു സംഘം ഉണ്ടല്ലോ. പക്ഷെ ആ രീതിയിൽ അങ്ങനെ വോട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ തൊടാത്തതിന് കാരണം? അതിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അടുത്ത ദിവസം ഉണ്ടായിരുന്ന നിയമപരമായ സാധ്യതകൾ അന്വേഷിച്ചിട്ട് വ്യക്തമായ കാര്യങ്ങൾ. ലാവ്ലിൻ കേസ് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ അതെ. സുപ്രീം കോടതിയിൽ കേസ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ മുരളീധരൻ കെ സുരേന്ദ്രനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുഷാർ മേത്ത അമിത്ഷായുടെ വലങ്കൈയാണ് അവിടുത്തെ സോളിസിറ്റർ ജനറൽ. കേസ് ഓരോ തവണയും മാറ്റി വെക്കുന്നത് അവരാണ്. ഒന്ന്, അതിൽ കൃത്യമായി നടപടി ഉണ്ടാവണം, കൃത്യമായി വാദം നടക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരുടെ യാതൊരു ഇടപാടും ഉണ്ടായില്ല. എന്നെ വിളിച്ച് എന്താ ബുദ്ധിമുട്ടും ചോദിക്കേണ്ടതാണ്. ഇതേപോലെ താങ്കളും ഇതേപോലെ ഒരു ഫൈറ്ററാണ്. ഞാൻ CPMൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു മുമ്പ്. പിന്നീട് കള്ളത്തരം മനസ്സിലായി ഐസ്ക്രീം പാർലർ മുതൽ ലാവ്ലിൻ മുതൽ ഫൈറ്റ് ചെയ്ത് നേതാക്കന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ജീവൻ എന്നെ കൊല്ലുന്നുള്ള ഭീഷണിയൊക്കെ എല്ലാം ഉണ്ടായിട്ട് ഇവിടെ എത്തിയത്. 20 വർഷം 19 വർഷമായി ഞാൻ ലാവ്ലിനായിട്ട് ഫൈറ്റ് ചെയ്തു. ഐസ്ക്രീം പാർലർ 99 എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുമായി നേരിട്ട് പരിചയമുള്ള ഒരാളെന്ന രൂപത്തിൽ ലാവ്ലിൻ കേസ് ഇങ്ങോട്ട് തുടങ്ങി. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, മാസപ്പടി വിവാദം, കരുവന്നൂർ ബാങ്ക്, നിരവധി സംഭവങ്ങളുണ്ടായിരുന്നു. ഇവർ തൊടാത്തത്. വിദേശത്തേക്ക് കടത്തിയ പൈസ പിണറായി വിജയൻ അറിയാതെ പോവില്ല എന്നുള്ളത് അറിയാലോ. EP ജയരാജനും പിണറായി വിജയൻ അറിയാതെ അങ്ങോട്ട് കടക്കില്ല എന്നറിയാലോ. നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല. എങ്കിലും സത്യമാണല്ലോ, കള്ളപ്പണം വെളുപ്പിച്ചെന്നുള്ള സത്യമാണ്. ഫണ്ട് അങ്ങോട്ട് പൈസ സത്യമാണ്. എന്ത് നടപടി എടുത്തു? ആരെ പിടിച്ചു? അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് സാർ മറ്റിപ്പോൾ സതീശനെയും അതുപോലെ തന്നെ മറ്റ് സുനിൽ കുമാറെ അറസ്റ്റ് ചെയ്തിരിക്കും. ഈ അടുത്ത് സുനിൽകുമാർ അറസ്റ്റ്. അവർ മാത്രം വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, ഇതിപ്പോൾ കിങ് മേക്കർ എന്ന് പറയുന്നത് ഇപ്പോൾ ED കണ്ടെത്തിക്കുന്നത്. എനിക്ക് സതീശൻ ആരെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല. CPM-കാരൻ്റെ ഒറ്റ കൊടുത്തൊരു വ്യക്തിയാണ് ഈ സതീശൻ. അതെ, അതാണ് ഇപ്പോൾ ED ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അവർ ആദ്യം അറസ്റ്റ് ചെയ്യിച്ച CPM-നെ അറസ്റ്റ് ചെയ്യിച്ച ആൾക്കാരെല്ലാം മൊഴി കൊടുത്തു. അങ്ങനെ യഥാർത്ഥ കുറെ ആളുകൾ വന്നു. പക്ഷെ അതിനേക്കാളും വലിയ ആളുകളുടെ പേര് കൃത്യമായി മൊഴിയിലുണ്ട്. AC മൊയ്തീൻ എന്തുകൊണ്ടാണ് തൊടാത്തത്? വെറും നമ്മൾ മറ്റെല്ലാവരും AC മൊയ്തീൻ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? ഞാനത് കഴിഞ്ഞ ദിവസം അവരോട് അന്വേഷിച്ചിരുന്നു. താങ്കൾ BJP നേതൃത്വത്തിൻ്റെ ഒരാളെന്ന രൂപത്തിൽ താങ്കൾ അറിയണം. ഞാൻ അറിയാൻ ആഗ്രഹിച്ചത്, ഞാൻ BJPനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ BJPയെ ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്നു? അവർ ഇത് കച്ചവടത്തിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുന്നു? അവർ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്നു. കൊടകര കുഴൽപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒത്തീർപ്പായി, ഒരു നടപടിയും വന്നില്ല. എന്നെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കരുവന്നൂർ ബാങ്കിലും അതേപോലെ താങ്കൾ ചോര നീരാക്കി ധാരാളം ആളുകളുടെ പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ കേട്ട് താങ്കൾക്ക് കള്ളക്കേസുകൾ കുടുങ്ങി
അങ്ങനെ താങ്കൾ അങ്ങനെയാണ് ആ ഭാഗത്ത് ഫൈറ്റ് ചെയ്ത് കരുവന്നൂർ ബാങ്ക് പ്രശ്നം ഇത്രയും വലിയ സംഭവമായി മാറ്റിയത്. താങ്കളാണ് അതിൻ്റെ യഥാർത്ഥ നായകൻ. ഞാനൊരു നായക പരിവേഷ എടുക്കാൻ തയ്യാറല്ല. കാരണം പാർട്ടിയാണ് വലുത്. എന്നെ സംബന്ധിച്ച് പാർട്ടി വലുത് എന്ന് പറയുമ്പോൾ താങ്കൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രശ്നം ഇടഞ്ഞിട്ടാണല്ലോ ഇതിനകത്ത് വരുന്നത്. CPM നീതി കിട്ടുന്നില്ല, അവിടെ കള്ളന്മാര് നേതാക്കന്മാരെന്നെ മോഷ്ടിക്കുന്നു, അത് അറിഞ്ഞിട്ടാണല്ലോ താങ്കൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടില്ല BJP-യിലെത്തിയത്. BJP പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്ത് നീതിയാണ് താങ്കൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞുതരാമോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ സത്യം ഇതൊക്കെല്ലാം നിയന്ത്രിക്കുന്നത് അഡ്വക്കേറ്റ് KK അനീഷ്കുമാറാണ്. അത് കൃത്യമായി ഒരു കോൺഗ്രസും തയ്യാറാകാതെ ശക്തമായി CPM-നെതിരെ നിലപാടെടുക്കുന്നില്ല. പ്രവൃത്തിയിൽ എന്ത് കാര്യമാണ് നടന്നത് താങ്കൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് MK കണ്ണനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് EP ജയരാജനിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനും മകളിലേക്ക് പോകാത്തത്? അല്ല, അവർക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാർ അവർക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് പരിഹരിച്ച് എന്തായാലും എത്തും. AC മൊയ്തീനെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല ചാനലിലും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കും എതിർപ്പുണ്ട്. കാരണം താങ്കൾ ആത്മാർത്ഥത കൂടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് 100% ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നെപ്പോലെ ഞാനും ഫൈറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ വേദന എന്താണെന്ന് എനിക്കറിയുന്ന പോലെ താങ്കളുടെ വേദന എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും. ജീവൻ പണയം വെച്ചിട്ടാണല്ലോ ഇതിനൊക്കെ ഇറങ്ങി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ BJP ആണല്ലോ ഈ എൻഫോഴ്സ്മെന്റ് എല്ലാം മുകളിലുള്ളത്. എന്തുകൊണ്ടാണ് നടപടിയില്ലാതെ? എന്തുകൊണ്ടാണ് ഇലക്ഷന് തലേദിവസം വരെ നോട്ടീസ് അയച്ച് MM വർഗീസിനെ വരുത്തിച്ച് വലിയ വാർത്തയാക്കിയത്? അതൊക്കെ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിരുന്നല്ലേ? അല്ല, പ്രഷർ ടാക്ടിക്സ് മാത്രമല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അതിന് തുടർ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു തരത്തിൽ MM വർഗീസിന് നോട്ടീസ് പോയിട്ടില്ല, വാർത്തയില്ല. അല്ല, ഒരു പ്രോസസ്സിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം സാറ് പറയുന്നത് കഴിഞ്ഞ ദിവസം പോയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ എൻഫോഴ്സ്മെന്റ് പല സ്ഥലങ്ങളിലും ആളുകളെ അറസ്റ്റ് ചെയ്തല്ലോ. നമ്മളെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്തു. സാർ, അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് അവർക്ക് ഇലക്ഷനാണോ മറ്റേ ബന്ധാണ് ഹർത്താൽ അവർക്ക് പ്രശ്നമല്ല. അവരെ പ്രോസസ്സിംഗ് നടന്നു പോയി. അത് നടക്കാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കൊല്ലം മുമ്പ് AC മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബാങ്കിലെ പണം ഇതാക്കണമെങ്കിൽ, അറ്റാച്ച് ചെയ്യണമെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനായിട്ടല്ലേ? സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടത് വന്നു. സുരേഷ് ഗോപി ഇതിലെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അയാള് കറപ്റ്റഡ് അല്ല, നല്ല സ്ട്രൈറ്റ്. സുരേഷ് ഗോപി കറപ്റ്റ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതിൽ വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലുള്ള ചില ഇതിൽ ഞാൻ എതിർക്കുന്നുണ്ട്. അദ്ദേഹം പെരുമാറേണ്ട രീതി ഇങ്ങനെയല്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിനെ ഭാരതമാതാവ് എന്നൊക്കെ പറഞ്ഞിട്ടും ആവുന്നതും പാർട്ടിക്ക് വാക്കുപിഴ അത്യാവശ്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം ശുദ്ധനാണ്. പക്ഷേ അദ്ദേഹം പെരുമാറ്റം മോശമാണ് എന്ന് എനിക്ക് ധാരാളം അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ മറിച്ചാണ്. കാരണം ഒരു ദയ, കരുണ, സ്നേഹം ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, തിരിച്ചാൽ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന കഷ്ടപ്പെട്ട് പലരും വിശ്വസിച്ച് വരുന്ന അദ്ദേഹം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പല സ്ത്രീകളും പല ആളുകളും 100 ആളുകൾ പോയിട്ട് അവിടുത്തെ പെരുമാറ്റം വളരെ മോശമാണെന്നുള്ള ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് തെളിവുകൾ ചെയ്ത ആൾക്കാർ തന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പുറമെ കാണിക്കുന്നതല്ല എന്നുള്ളത് തിരുത്തണം അദ്ദേഹം എന്നുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇപ്പം കാണിച്ചുണ്ടാക്കിയ ഒരു ഇമേജ് നമുക്ക് എല്ലാവർക്കും മാതൃകയായ ഒരു നേതാവിൻ്റെയാണ്. പക്ഷെ അത് അദ്ദേഹം യഥാർത്ഥ സ്ഥലത്തേക്കാണ് വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് മോശമായി പെരുമാറുന്നു എന്ന് വരുമ്പോൾ പിന്നെ സാർ ഇലക്ഷൻ ടൈമിൽ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് പല രീതിയിലും പല ആളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഡാമേജ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് നമ്മുടെ ആ സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള അങ്ങനെയല്ല. ഞാൻ ഷിതാ ജഗതിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കരുവന്നൂർ ബാങ്കിൻ്റെ സമരത്തിലെല്ലാം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഞാൻ അദ്ദേഹത്തെക്കാൾ ചിലപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും കോഴിക്കോട്. പക്ഷെ അദ്ദേഹം അവിടെ ഇലക്ഷൻ സമയത്ത് പോലും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രംഗം കണ്ടിട്ട് വല്ലാതെ വിഷമിച്ചും അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പ്രവർത്തിക്കുന്നത് നന്നാൻ വേണ്ടിയിട്ട് വിമർശിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ളൊരു നമ്മൾക്ക് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് നല്ലൊരു സ്ത്രീകളുടെ ഗോഡ് എന്നുള്ളൊരു പരിവേഷമാണ് സംരക്ഷണം. തൃശ്ശൂരിൽ BJP തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ചില രേഖകളും എൻ്റെ കൈവശം വന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതില്ലേ സാർ? കാരണം വെച്ചാൽ എനിക്കറിയാം. കാരണം ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ കൃത്യമായിട്ട് ഓരോ കോണിലും യഥാർത്ഥ സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് എവിടെയൊക്കെ വീക്ക്നസ് വരുന്നുണ്ടോ അവിടെയൊക്കെ ഇടപെട്ടുകൊണ്ട് ആ മിടുക്കനായ ചെറുപ്പക്കാരൻ
ഒരു രാഷ്ട്രീയ പക്വതയുള്ള ചെറുപ്പക്കാരൻ അഡ്വക്കേറ്റ് കെ അനീഷ്കുമാർ, നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാരിയായിരുന്ന MT രമേശ് സാർ, എനിക്ക് സുരേന്ദ്രേട്ടൻ, ഇവരൊക്കെ ഒരുമിച്ച് മീറ്റിങ്ങിൽ എനിക്ക് പലതവണ സുഭാഷ് അടക്കമുള്ള ഒരു 3-4 മീറ്റിങ്ങിൽ ഈ സഹകരണ സെല്ലിൻ്റെ ഫോർമേഷൻ ടൈമിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ഈ 4 ഭാഗത്ത് ശ്രീജിത്ത് പണിക്കർ ഈ കാര്യമാണ് ഏറ്റവും അധികം ഫൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP നേതൃത്വം ശ്രമിച്ചു എന്ന്. സാർ ഇപ്പോൾ ഒരു അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടായിരിക്കുമല്ലോ, പക്ഷേ ഇത് അങ്ങനെയല്ല. അദ്ദേഹം തോൽപ്പിക്കാനായിട്ട് BJPക്ക് വേണ്ടി അവിടെ BJP പ്രവർത്തന വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമര വിരിയിക്കൽ മാത്രമാണ് ഓരോ സംഘം പ്രവർത്തന ഡ്യൂട്ടി. അതായത് അവർ കൃത്യമായിട്ട് BJPയുടെ മാത്രം വിജയമായിട്ട് കാണുന്നുണ്ടോ? അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഭയങ്കര ആരാധന മനോഭാവമുള്ള ഒരാളുടെ വിജയമാണ്. സാർ, സുരേഷ് ഗോപി ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റ് ആയിരുന്നില്ലല്ലോ. ആള് BJP ഒരു ഭാരതം ഭരിക്കുന്ന കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഉണ്ടായില്ല വിജയം. അല്ല അതല്ലല്ലോ, സുരേഷ് ഗോപി ഓക്കെ, പക്ഷെ ഇവിടെ സംഘടനാ സംവിധാനം അനുസരിച്ച് നിന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളും മാത്രമേ കേരളത്തിലെവിടെയും വിജയിച്ചില്ല. ഇവിടെ അദ്ദേഹത്തിന് ഭയങ്കരമായ വിജയമുണ്ടായി. അവിടെ പല ഫാക്ടേഴ്സ്, അതിൽ വൺ ഓഫ് ദ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് സ്കാംസ് തന്നെയാണ് ഒന്ന്. പിന്നെ മറ്റേ ഈ അമ്പല വിവാദം, പള്ളി വിവാദം, ഈ ഫാഹിദ വിവാദം ഒക്കെ തന്നെ സിമ്പതി വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നല്ല സെറ്റപ്പ് സംവിധാനം, പാർട്ടിക്കകത്ത് ഒരു കേഡർ സംവിധാനം ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ജില്ലയിൽ ഒട്ടുക്ക് ഞങ്ങൾ ഈ സഹകരണ സെല്ലിലെ പ്രവർത്തനമായിട്ട് പോകുന്നതാണ്. പല രീതിയിലാണ് താഴെ തൊട്ട് മുകളിൽ തൊട്ടുള്ള നേതാക്കന്മാരും അണികൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ വികാരം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താമര വിരിയിക്കുക എന്നതിലപ്പുറം മറ്റൊരു ചിന്തയും ഈ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു അവസാന ചോദ്യം, കരുവന്നൂർ ബാങ്കിലും അതേപോലെ മറ്റുള്ള ബാങ്കുകളിലുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ തുടർന്ന് CPM നേതാക്കൻ തട്ടിപ്പ് നടത്തി എന്ന് താങ്കളടക്കം പറഞ്ഞിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ നടപടികളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുക? താങ്കൾ ഇതേപോലെ BJPയിൽ ഉറച്ചു നിൽക്കുമോ? സാറേ, ഇപ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 4 ജില്ല പറഞ്ഞില്ലേ, ഇവർക്ക് ഞാനും സുരേന്ദ്രജി, MT രമേഷ് ജി, അനീഷൊക്കെ ചെന്നതിൻ്റെ ഫോർമേഷൻ, സുഭാഷ് ജിക്കിന് ഈ സെല്ലിൻ്റെ രൂപീകരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ 5 ജില്ലയിലൊക്കെ ഞങ്ങൾ യോഗം നടന്നു. അതിനുശേഷം സെല്ല് സംവിധാനം സ്റ്റേറ്റ് ലെവലിൽ വന്നിരിക്കുന്നത്. അത് ശരിക്കും CPM ആയാലും കോൺഗ്രസ് ആയാലും നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുക. അതിൽ രാഷ്ട്രീയമല്ല പ്രധാനം, സ്ട്രൈറ്റ് ഫോർവേഡ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഫ്രീഡം തന്നിരിക്കുന്നത്. ഇപ്പോൾ കുട്ടനിലൊരു സ്വാഭാവികമായിട്ട് CPM-ൻ്റെ ഒല്ലൂർ ഏരിയ സെക്രട്ടറി, ഈ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് അതിൽ വരുന്നത്. CPM-ൻ്റെ മുതിർന്ന നേതാവാണ്. അതിൽ പുത്തൂർ കോൺഗ്രസിൻ്റെ ആളുകളാണ് അവിടെ തട്ടിപ്പ് നടത്തി. പക്ഷെ അവരെ സംരക്ഷിച്ച് പോരുന്നത് CPM-ൻ്റെ ആളുകളാണ്. പൈസ ഒന്നും കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റ് കൊടുക്കാണ്. ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ BJP ആണല്ലോ എൻഫോഴ്സ്മെന്റ് ആണല്ലോ നടപടി നടത്തേണ്ടത്. അതെ അതെ അതെ. തുടർന്നിട്ട് ഇതില് AC മൊയ്തീൻ അടക്കമുള്ള, AC മൊയ്തീന് പേര് പറയാവുന്നതാണല്ലോ, അദ്ദേഹം പ്രതിയാണെന്ന് അങ്ങ് കൃത്യമായി വിശ്വസിക്കുന്നു. അപ്പൊ 1 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് എല്ലാ നടപടി എടുത്തിട്ടും സുരേഷ് ഗോപി ഇപ്പൊ വിജയിച്ചു, ഇവരെയൊക്കെ എതിരെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ശ്രമിക്കുന്നത് പാർട്ടി നമുക്ക് സപ്പോർട്ടാണ്. പാർട്ടി ഒരു കാരണവശാൽ കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല എന്നുകൊണ്ടാണ് പിന്നെ തൊടാത്തത് എന്നാണ് ചോദ്യം. സുരേഷ് ഗോപി ഓഫർ ചെയ്ത എന്താ എല്ലാരും പിടിച്ചകത്താക്കുന്നതാണ്. അതെ അതെ, അത് ചിലപ്പോൾ ആൾ പാലിക്കും. ഇത് സമയം എങ്കിൽ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ അങ്ങനെ മുൻവിധി ആവട്ടെ, ഇല്ല എങ്കിൽ എന്തായിരിക്കും താങ്കൾ അതിനു വേണ്ടിയിട്ടാണ് CPM എന്ന് ചാടി കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് BJPക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ താങ്കളുടെ നടപടി? സാർ, നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ നെഗറ്റീവ് ആയിട്ടല്ല കാണുന്നത്, നമ്മൾ ബി പോസിറ്റീവ്, അതാണല്ലോ നമുക്ക് ആവശ്യം. 27 വർഷമായിട്ട് ബി പോസിറ്റീവ് ആണ്. അപ്പൊ അവസാനം പ്രതികൾ 4 പേര് മരിച്ചു. സുപ്രീം കോടതിയിൽ 7 വർഷമായിട്ട് കേസ് നീട്ടിക്കൊണ്ട് 60 തവണയും മാറ്റിവെക്കുന്നു. ബി പോസിറ്റീവ് തന്നെയാണ് കോടതി, പക്ഷേ അവിടെ നീതി കിട്ടുന്നില്ല. ഞങ്ങൾ നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുള്ള സ്ഥലമാണ് സുപ്രീം കോടതി. അവിടെ BJPയുടെ ഇടപെടലാണ് പിണറായി വിജയനെ രക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിവുള്ള ഒരാളാണ് ഞാൻ. BJPന് സഹായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചവരൊക്കെ സമീപിച്ച ഒരാളാണ് ഞാൻ. അവിടെ കോംപ്രമൈസാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് താങ്കൾ എന്നെപ്പോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ, അനുഭവമുള്ള ഒരാൾ എന്ന രൂപത്തിൽ താങ്കൾ ചോദിക്കുന്നത്. ഇല്ല എങ്കിൽ താങ്കളുടെ നടപടി എന്തായിരിക്കും? ഇല്ല, എന്നൊരു ഓപ്ഷൻ വരുന്നില്ല. ഞങ്ങൾ നടത്താനാണ് വരുന്നത്.
ഞങ്ങൾ ഫുൾ ഫ്രീഡാണ് അത് ചെയ്യുന്നത്. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായിട്ട് മുഖം നോക്കാതെ ചെയ്യും. ഇപ്പം അടുത്ത് വരുന്നത് ഞങ്ങൾ പത്മജ വേണുഗോപാലുണ്ട് തൃശ്ശൂർ ഒരു സ്കാം നടക്കുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അത് പത്മജ വേണുഗോപാലിനെ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ പൊതുവികാരം നിക്ഷേപകരെ അത് ബന്ധപ്പെട്ട് അന്വേഷിച്ച് ഇവിടെ ആലോചിച്ചിട്ട് അവരെ വിളിക്കാൻ പാർട്ടികൾ നിൽക്കുന്നുണ്ട്. അതെ, അത് വരുന്നു. പക്ഷെ നടപടിയിൽ കോംപ്രമൈസ് അവിടെ അവർ തമ്മിൽ ഒത്തുതീർപ്പാക്കുന്നു, അവർ തൊടുന്നില്ല. അല്ലെങ്കിൽ ഒറ്റ ചോദ്യം, AC മൊയ്തീൻ എന്തുകൊണ്ടാണ് തൊടാത്തത്? ഒറ്റ പേര് മാത്രമേ, ബാക്കി പിണറായി വിജയനകത്തുണ്ട് എനിക്കറിയാം, അല്ലാതെ പിണറായി വിജയന്റെ മകളുണ്ടെന്നറിയാം, വിദേശത്ത് ഫണ്ട് പോയി എന്നറിയാം, അത് EP ജയരാജന് ഇവർക്കാണെന്ന് നമുക്ക് കൃത്യമായി വാർത്ത വന്നിട്ടുള്ളതാണ്. അവരെ വിടുക, അത് കണ്ടുപിടിക്കട്ടെ അവര്. പക്ഷെ ഇവിടെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന AC മൊയ്തീനെ തൊടാത്തത്. അല്ല, AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങളുടെ ആവശ്യമാണ്. അത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്നുകൊണ്ടാണ് എന്റെ ചോദ്യം വരുന്നത്. നടന്നിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ഇല്ലല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യും. അല്ല, ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ എന്തെങ്കിലും വീഴ്ച ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസിനും ഇതിൽ ഞങ്ങൾ തയ്യാറല്ല. അല്ല, അതെ, ഞാൻ ഇതിന്റെ മെയിൻ പെറ്റീഷണർ ഞാനാണ്. അപ്പൊ എനിക്ക് എന്റെ ലക്ഷ്യം ഇവരെ പൂട്ടുക എന്നുള്ളതാണ്. അതിൽ ആരെങ്കിലും കോംപ്രമൈസിൽ പോയി കഴിഞ്ഞാൽ മറുവശത്ത് നമ്മൾ അവരെ പൂട്ടാനും മറ്റു സംവിധാനം ചെയ്യും. എന്തായാലും കരുവന്നൂർ ബാങ്ക് സമരം ഇത്രയും കത്തിച്ച് ഇന്ത്യയിൽ മുഴുവൻ ഇളക്കി മറിച്ച് നരേന്ദ്രമോദി പോലും അത് ഏറ്റെടുത്തുകൊണ്ട് പറയാൻ ഇടവരുത്തിയത് ഒരു സമര നായകനാണ്. അത് സുരേഷാണ് നമ്മളോടൊപ്പം ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, നടപടികൾ ഉണ്ടാകുമെന്ന്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് സുരേഷ് ഗോപി ഇതെല്ലാം ഇടപെട്ട് പരിഹരിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതും ആ ഭാഗത്തും നടക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നന്ദി, നമസ്കാരം. നന്ദി സാർ.